ഈശോയിൽ പ്രിയരെ, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഉയർപ്പ് ഞായർ. കാൽവരിക്കുന്നിൽ കുരിശിൽ പ്രാണവേദനയിൽ പിടഞ്ഞപ്പോഴും പാപികൾക്കായി പ്രാർത്ഥിച്ച യേശുവിൻ്റെ ഉയർപ്പിൻ സുദിനം. എല്ലാ തിരുനാളുകളിലും വെച്ച് എത്രയും വലിയ തിരുനാളാണ് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാൾ എന്നാണ് മഹാനായ വിശുദ്ധ ലയോ മാർപ്പാപ്പ പറയുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വൃഥാവിലാണ് എന്ന് പൗലോസ് അപ്പസ്തോലനും പറഞ്ഞിരിക്കുന്നു. മരിച്ചവരുടെ ഉയർപ്പിനെപ്പറ്റി സദുക്കായരോടുള്ള പ്രഭാഷണങ്ങളിൽ ഈശോ പ്രതിപാദിച്ചിട്ടുണ്ട്. മരിച്ചവർ ശരീരത്തോടെ ഉയർക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യായുസ്സിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ആശ്വാസസംദായകമായ ഒരു ചിന്തയാണ്. യോന തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ 3 ദിവസം കിടന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിയിൽ 3 പകലും 3 രാത്രിയുമേ ചെലവഴിക്കുകയുള്ളൂവെന്നും തൻ്റെ ശരീരമാകുന്ന ദേവാലയം നശിപ്പിച്ചാൽ 3-ാം ദിവസം അത് പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് പ്രവചിച്ചിട്ടുള്ളതാണ്. വീണ്ടും എടുക്കുന്നതിനായി ഞാൻ ജീവനർപ്പിക്കും എന്നും ജെറുസലേമിൽ വെച്ച് ജനപ്രമാണികൾ, പ്രധാനാചാര്യന്മാർ, നിയമജ്ഞർ മുതലായവരിൽ നിന്ന് ധാരാളം പീഡകൾ സഹിക്കേണ്ടി വരുമെന്നും വധിക്കപ്പെടുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടുന്ന് പരസ്യജീവിതത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹീബ്രു പഞ്ചാംഗമനുസരിച്ച് നിസാൻ മാസം 15-ാം തീയതിയാണ് ഈശോയുടെ കുരിശുമരണം. നിഖ്യ സുനഹദോസിൽ വെച്ച് എല്ലാ സഭകളിലും റോമായിലെ സമ്പ്രദായമനുസരിച്ച് മാർച്ച് 20-ാം തീയതിക്ക് ശേഷമുള്ള വെളുത്തവാവ് കഴിഞ്ഞുള്ള ഞായറാഴ്ച ഉയർപ്പ് കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു. അതിനാൽ മാർച്ച് 22-നും ഏപ്രിൽ 25-നും മധ്യേ എന്നെങ്കിലും ഉയർപ്പ് തിരുനാൾ വന്നേക്കാവുന്നതാണ്. സ്പെയിനിൽ ഉയർപ്പ് ഞായറിൻ്റേതായ ഒരു സമ്പ്രദായമുണ്ട്. ഒരു ശീല കൊണ്ട് ആവരണം ചെയ്ത ഒരു ദൈവമാതൃ പ്രതിമയും വിശുദ്ധ കുർബാനയും പ്രദക്ഷിണമായി പള്ളിയിൽ നിന്ന് 2 വഴിക്ക് പുറപ്പെടും. 2 പ്രദക്ഷിണവും ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ ദൈവമാതാവിൻ്റെ ആവരണം മാറ്റും. അപ്പോൾ വൈദികർ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്ന ഗാനം പാടും. ചില രാജ്യങ്ങളിൽ മുട്ട ആകർഷകമായി പെയിൻറ് ചെയ്ത് എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കും. കുട്ടികളോട് അവ തേടിപ്പിടിക്കുവാൻ പറയും. ഈസ്റ്റർ എഗ്സ് ജീവൻ്റെ പ്രതീകമാണ്. വാസന്തിക പുലരിയാകുന്ന എവോസ്തർ ദേവിയുടെ നാമത്തിൽ നിന്നുമാണ് ഉയർപ്പ് തിരുനാളിന് ഇംഗ്ലീഷിൽ ഈസ്റ്റർ എന്ന പേരുണ്ടായത്. ഒരു ക്രിസ്ത്യാനി ആപാദചൂഡം ഹല്ലേലൂയ ആയിരിക്കണം. നിങ്ങൾ മിശിഹായോടുകൂടെ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളതിനെപ്പറ്റിയല്ല, ഉന്നതങ്ങളിലുള്ളതിനെപ്പറ്റി ചിന്തിക്കുവിൻ. ഉത്ഥിതനായ ഈശോയുടെ സന്തോഷവും സ്നേഹവും നമ്മളുടെ കുടുംബങ്ങളിലും ഇന്നും എന്നും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു.